അവസാനം എന്താ പറഞ്ഞത്? അല്ല, DYFIയോ SFIയോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളോ ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നത് ആദ്യമായിട്ടല്ലല്ലോ. ഒരു എത്രയോ കാലമായിട്ട് പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയാണല്ലോ. അത് സ്വാഭാവികമാണല്ലോ. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്? ഈ പ്രശ്നം ഉണ്ടാക്കിയത് ഈ ചാൻസലർ എന്ന സ്ഥാനമാണല്ലോ. ആ ചാൻസലർ യൂണിവേഴ്സിറ്റികളിൽ ആളുകളെ നിയമിക്കുകയാണ്. യൂണിവേഴ്സിറ്റികളിൽ എന്തിനാണ് ഇത്തരത്തിലൊരു ഇടപെടൽ ഇപ്പോൾ വന്നത്? കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം, ആ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം തങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ തങ്ങളുടെ ചൊൽപ്പടിക്കാകണമെന്ന് സംഘപരിവാറിന് ചിന്തയുണ്ട്. അതിന് സംഘപരിവാർ സ്വീകരിക്കുന്ന രീതികളുണ്ട്. അതിൻ്റെ ഭാഗമായി രാജ്യത്താകെ സംഘപരിവാറിൻ്റെ പൊതുവായ നില ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൊണ്ടുവരാനുള്ള നീക്കങ്ങളുണ്ട്. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഞാനത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? ഞാൻ അതേ കാര്യമാണ് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് സംഘപരിവാറിൻ്റെ നില ഇങ്ങനെയൊരു നില വരുമ്പോൾ ആ നില നമ്മുടെ കേരളത്തിൽ നടക്കില്ല. കേരളത്തിൻ്റെ ഭാഗമായി ആ പ്രശ്നങ്ങൾ ഇവിടെ നടപ്പാക്കാൻ കഴിയുന്നില്ല. സംഘപരിവാറിൻ്റെ അതേ രാഷ്ട്രീയം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടത്താൻ പറ്റുന്നില്ല. അതിനെതിരെ സ്വാഭാവികമായും നമ്മുടെ പ്രതിഷേധം വരുമല്ലോ. ആ പ്രതിഷേധം ഇവിടെ ആ രാഷ്ട്രീയം നടപ്പാക്കാൻ വേണ്ടി നോക്കുമ്പോൾ, ആ കാഴ്ചപ്പാട് നടപ്പാക്കാൻ വേണ്ടി ഗവർണർ ഇടപെടുകയാണല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ സെനറ്റിൻ്റെ അധികാരം കയ്യിലെടുക്കാൻ വേണ്ടി നോക്കുന്നത്. സെനറ്റിലെ അംഗത്വം നിർദ്ദേശിക്കുന്നത്, സ്വന്തമായിട്ട് നിർദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ. സെനറ്റിലെ അംഗത്വം എങ്ങനെയാണ് നിർദ്ദേശിക്കുക? സാധാരണ യൂണിവേഴ്സിറ്റി പേരുകൾ കൊടുക്കുന്നു. ഇപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിൽ നല്ല അക്കാദമിക് മികവ് നേടിയവർ, മറ്റ് മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ, അങ്ങനെയുള്ളവരുടെ പേരാണ് യൂണിവേഴ്സിറ്റി കൊടുക്കുക. അത് കേരളയും കൊടുത്തു, കാലിക്കറ്റും കൊടുത്തു. പക്ഷേ ഇദ്ദേഹം ആരെയാണ് നിയമിച്ചത്? അദ്ദേഹത്തിന് ഒരു മാനദണ്ഡം മാത്രമല്ലേ ഉള്ളൂ. RSSന് അപ്രിയമില്ലാത്ത ആളുകൾ, RSSന് ഇഷ്ടപ്പെടുന്നവർ, RSSകാർ, അങ്ങനെയുള്ളവരെ മാത്രമേ നിയമിക്കൂ എന്നുള്ള നിലയല്ലേ എടുത്തത്. അങ്ങനെ ഒരു നില എടുക്കാൻ പാടുണ്ടോ? ചാൻസലർ വ്യക്തിപരമായിട്ട് ആളെ നിയമിക്കാൻ പാടുണ്ടോ? ചാൻസലറുടെ ഇഷ്ടാനിഷ്ടമല്ലല്ലോ. യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന പാനൽ നിന്നല്ലേ ആളെ എടുക്കേണ്ടത്. എവിടുന്ന് കിട്ടിയതാണ് പാനൽ? അദ്ദേഹത്തിന് അദ്ദേഹം ഇപ്പോൾ നിർദ്ദേശിച്ച പേര് എവിടുന്ന് കിട്ടി? വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ അറിവിൽ നിന്ന് കിട്ടിയതാണോ? വ്യക്തിപരമായി അദ്ദേഹം സമ്പാദിച്ച പേരാണോ? ആ സമ്പാദിച്ച മാർഗം വെളിവെക്കണ്ടേ? അത് തുറന്നു പറയണ്ടേ? എനിക്ക് ഇന്ന ബോധ്യമുണ്ട്, ഇന്നയാളെ പറ്റി ഇന്ന ബോധ്യമുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് എടുത്തത്. നിങ്ങൾ നിർദ്ദേശിച്ച ചാൻസലർ യൂണിവേഴ്സിറ്റി നിർദ്ദേശിച്ച ആളുകളെക്കാളും മികവ് ഇന്ന ആളുകൾക്കുണ്ട്, അതെനിക്ക് വ്യക്തിപരമായി ബോധ്യമുള്ള കാര്യമാണ്. എന്തടിസ്ഥാനത്തിലാണ് ആ ബോധ്യം? അത് ഗവർണർ പറയണമല്ലോ. ഗവർണറല്ല, ചാൻസലർ പറയണമല്ലോ. അതിൻ്റെ ബാധ്യത അദ്ദേഹത്തിനുണ്ടല്ലോ. അപ്പോൾ തീർത്തും ഒരു ഗവർണർക്കെതിരെ വിമർശനങ്ങൾ വീണ്ടും ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി കേരളത്തിന്റെ സമാധാനം തകർക്കുന്നു, മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കാനുള്ള ശ്രമമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നടക്കുന്നത്, കൃത്യമായ രാഷ്ട്രീയത്തോടു കൂടിയാണ് ഗവർണറുടെ ഓരോ നീക്കവുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു.